ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പാരഗൺ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരുപാട് വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇതുവരെ ഈ ഒരു പാരഗൺ ഹോട്ടലിലെ ബിരിയാണി കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് അതങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നതാണ് നമ്മുടെ പാരഗൺ ഹോട്ടൽ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം. നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ ഫുൾ തിരക്കാണ്. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോയ പോലെ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിക്കണം, കുറച്ച് ആൾക്കാർ ബാക്കിൽ വെയിറ്റ് ചെയ്തു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം 1 മണിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല തിരക്കാണ്. ഒരു വീഡിയോ എടുക്കുന്നത് നോമ്പ് തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉള്ള തിരക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടാവും. ഒരു പൂരത്തിന് വന്നൊരു പ്രതീതിയാണ് കേട്ടോ എനിക്കിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അത്രയ്ക്കും തിരക്കാണ്. എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇവിടെ നല്ല തിരക്കാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇവിടെ എത്രത്തോളം തിരക്കുണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഹോട്ടലിൻ്റെ മറ്റൊരു സൈഡിലേക്ക് പോവാണ്. 2 സെക്ഷനായിട്ടാട്ടോ ഇവിടെ ഹോട്ടലുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും വന്നു, ഇനി ബിരിയാണി കഴിച്ച് പോകാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണ് കേട്ടോ. കാരണം നിങ്ങൾക്കും കൂടി ഈ ഒരു തിരക്ക് കാണിച്ചു തരാമല്ലോ. അപ്പോൾ നമ്മളെ ഇവിടെ ഇങ്ങനെ കയറ്റി വിടുന്നത്, നമ്മുടെ പേരൊക്കെ ഇവിടെ എഴുതി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഫ്രീ ആകുമ്പോൾ, അതായത് ഓരോ ടേബിൾ ഫ്രീ ആകുമ്പോൾ അവർ നമ്മളെ പേര് വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കും തിരക്കാണ് ഇവിടെ. അപ്പം നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2 മണിയായിട്ടുണ്ട് കേട്ടോ. ഹോട്ടലിലുള്ള ഈ ഒരു വെയിറ്റർ ചേട്ടൻ നമ്മളെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കോഴിക്കോട് ബിരിയാണി, കോഴിക്കോട് ഫുഡ് സ്പെഷ്യൽ വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സീറ്റ് നമുക്ക് കിട്ടിയത്. അത് നമ്മുടെ സീറ്റിൽ, നമ്മുടെ ടേബിളിൽ വേറെ 2 ആൾക്കാരും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ 4 പേരാണ് ഒരു ടേബിളിൽ ഇരുന്നത്. അങ്ങനെ ഈ ഒരു ബിരിയാണി ഇത്രമാത്രം എന്താണ് ഇതിൽ സ്പെഷ്യൽ എന്നറിയാനുള്ള ഒരു ആകാംക്ഷയോടെ നമ്മൾ വീണ്ടും ബിരിയാണിക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ, എന്താണ് ഇപ്പോൾ ഇത്ര സ്പെഷ്യലായിട്ടുള്ളതെന്ന്. നമുക്ക് കോഴിക്കോട് വരുമ്പോൾ ഒരുപാട് ഹോട്ടലുണ്ട്, പക്ഷേ നമുക്ക് പാരഗണും അതുപോലെ റഹ്മത്ത് ഹോട്ടലൊക്കെയാണ് ഇവിടെ ഫേമസ് ആയി നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ ബിരിയാണി എന്തായാലും കഴിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ബിരിയാണിയുടെ ചങ്ങായിമാരായിട്ടുള്ള ഈ ഒരു പിക്കിളും സാലഡും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. സാലഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാ ഒരു സാലഡാണ്, പക്ഷേ പിക്കിള് കുറച്ച് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു പിക്കിൾ എന്താണെന്ന് വെച്ചാൽ ഈത്തപ്പഴത്തിൻ്റെ പിക്കിളാണ്. നല്ലൊരു മധുരവും അതുപോലെ നല്ല എരിവും കൂടിയ അടിപൊളി ഒരു പിക്കിളായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവർ ഞെട്ടിച്ചിട്ടുണ്ട്. ഞാനീ പറയുന്ന സമയത്ത് നിങ്ങളെ വായിൽ വെള്ളം ഉരുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആരില്ല, നിങ്ങളും ഇവിടെ വന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പപ്പടം എത്തിയിട്ടുണ്ട് കേട്ടോ. പപ്പടം ചേട്ടൻ എനിക്ക് പപ്പടമൊക്കെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 പേരും ഹാഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനിയൊരു യുദ്ധമായിരിക്കും ഇവിടെ. ഞാൻ കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഈ കാണുന്നത് ലഗോൺ ചിക്കനാണ് കേട്ടോ. എനിക്ക് ഈ ഒരു ബിരിയാണീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ എന്തോ ഒരു സ്പെഷ്യൽ സംഭവം ഇതിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. ഒരുപാട് സ്പൈസി ഒന്നുമല്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. ഭയങ്കര സോഫ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുന്ന ദമ്മിൻ്റെ പ്രത്യേകതയാണ്. നല്ല ദം ബിരിയാണിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചിക്കൻ ഈ ഒരു ടൈപ്പാണ് ചിക്കൻ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സാധാരണ ബിരിയാണീനെക്കാട്ടിലും ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ബിരിയാണി തന്നെയാണ് കേട്ടോ. നല്ല സംതൃപ്തിയായി എന്തായാലും. അപ്പോൾ ഇനി അടുത്തത് ബില്ലാണ്. നമുക്കിത് 315 രൂപയാണ് ഈ ഒരു 2 ഹാഫ് ബിരിയാണിക്ക് റേറ്റ് വരുന്നത് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. സാധാരണ നമുക്കറിയാലോ ഇവിടെ ഒടുക്കത്തെ ചൂടാണെന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത്
ഈ പാരഗൺ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. എന്താ ഇവിടെ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സ്പെഷ്യൽ മിൽക്ക് സർബത്താണ് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിക്കാനാണ് ഇനി നമ്മൾ പോകുന്നത്. നമ്മളിതായി ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അവർ ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലൈവ് പ്രിപ്പറേഷനാണ്. നല്ല തിരക്കാണ് കേട്ടോ. ഇവരുണ്ടാക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഫുൾ ഐസും പിന്നെ അതുപോലെ തന്നെ ആ ഒരു സിറപ്പും പിന്നെ മിൽക്കൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ഏകദേശം നമ്മുടെ മിൽക്ക് സർബത്ത് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ചേട്ടനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇതിന് നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്നൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള സമയത്ത് ഈ ഒരു ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെ ഇതിന് ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാരഗണിൽ ബിരിയാണി കഴിക്കാൻ വന്നവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബിരിയാണി വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗ് കാണാം. ടാറ്റാ ബൈ.